ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മക്രോണി വെച്ചിട്ടുള്ള വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇവിടെ 150 ഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉപ്പ് ചേർത്തൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി, അതായത് 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് മൂക്കണ്ട. അതിന് മുൻപായിട്ട് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞതോ അല്ലെങ്കിൽ ക്രഷ് ചെയ്യുന്നതോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് അവനവൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്നത് വരെ വേവിക്കാം. ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഈ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഏകദേശം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മുട്ട, നമ്മൾ നേരത്തെ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് മൊത്തത്തിൽ അതിൽ 2 മുട്ട നമ്മൾ കലക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് കലക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പ് ചേർത്തതൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ കലക്കിയെടുക്കാൻ. അത് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായി ചിക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള 2 മുട്ട നന്നായി ഒന്ന് ഉപ്പ് ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ബീറ്റാക്കി എടുക്കുകയൊന്നും വേണ്ട, നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഉപ്പ്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മുട്ട എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. മക്രോണി പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം ഓയിൽ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ഒരല്പം പച്ചവെള്ളം മുകളിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. മക്രോണി നല്ല ഒന്നിനെ തൊടാതെ രീതിയിൽ നമുക്ക് വേവിക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരല്പം എണ്ണ തടവിയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ചിട്ടുള്ള മക്രോണിയുടെ പകുതി ഇട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. സൈഡിലേക്കൊന്നും അധികം വെക്കണ്ട. സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫില്ലിങ് പുറത്തേക്കൊക്കെ ഇങ്ങനെ കളറ് പുറത്തേക്ക് കാണും. എന്നിട്ട് ബാക്കിയുള്ള മക്രോണി കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുക. ഇനി നമ്മളിത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ താഴെ ഒരു മൂടിയെങ്കിൽ തട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മൾ സാധാരണ മക്രോണി ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് മുറിച്ച് ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ തന്നെ സ്വീറ്റായിട്ടുള്ളൊരു വേർഷൻ ഇതിന് മുൻപ് ഞാൻ ഇഫ്താർ ഡിഷസ് കാണിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതോടെ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.